സാക്ഷാൽ ഇളയ ദളപതി വിജയിയോടൊപ്പം അരങ്ങേറ്റം കുറിച്ച് പിന്നീട് അദ്ദേഹത്തിന് തന്നെ കോമ്പറ്റീഷൻ കൊടുത്ത ഒരു നടനേ ഉള്ളൂ. അത് നടിപ്പിൻ നായകൻ സൂര്യയാണ്. തന്റെ സിനിമാ കരിയറിൽ മാസ് സിനിമകളെക്കാൾ ഉപരി പരീക്ഷണ സിനിമകൾക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് ഒരുപക്ഷെ ബോക്സ് ഓഫീസിൽ പലപ്പോഴും ഇദ്ദേഹത്തിന് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു നടൻ എന്ന നിലയിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഇംപ്രൂവ് ആവുന്ന ഒരേ ഒരു താരമുണ്ടെങ്കിൽ അത് നടിപ്പിൻ നായകൻ സൂര്യയായി. വിജയ് നായകനായ നേർക്കുനേരിൽ തുടങ്ങി ഇന്ന് കങ്കുവ വരെ എത്തി നിൽക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത എത്ര സിനിമകൾ, അവയിൽ ചെയ്തു ഫലിപ്പിച്ച ഒട്ടനേകം കഥാപാത്രങ്ങൾ. അങ്ങനെയുള്ള സൂര്യയുടെ കരിയറിന്റെ ഒരു കംപ്ലീറ്റ് ഫിലിമോഗ്രാഫിയാണ് ഇന്ന് ഈ വീഡിയോയിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂര്യയുടെ മൂവി ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമാ ഫാക്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമേ തന്നെ സൂര്യയുടെ കരിയർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. 2001 റിലീസായ ബാല സംവിധാനം ചെയ്ത നന്ദ എന്ന സിനിമയിലൂടെയാണ് സൂര്യയെ ശ്രദ്ധിച്ചു തുടങ്ങിയതെങ്കിലും അതിനു മുന്നേ തന്നെ ഒരുപാട് സിനിമകൾ സൂര്യയുടേതായി റിലീസായിരുന്നു. ഇവയിൽ 1997 നേർക്കുനേർ എന്ന സിനിമയിലൂടെയാണ് സൂര്യ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വന്നത്. വസന്ത് സംവിധാനം ചെയ്ത് വിജയ് പ്രധാന കഥാപാത്രമായി എത്തിയ സിനിമയായിരുന്നു നേർക്കുനേർ. ഈ സിനിമയിൽ ശരിക്കും ആദ്യം സൂര്യയുടെ വേഷം ചെയ്യാനിരുന്നത് അജിത്ത് ആയിരുന്നു. എന്നാൽ എന്തൊക്കെയോ ഡേറ്റ് ഇഷ്യൂ കാരണമാണ് അജിത്ത് ഈ റോൾ റിജക്ട് ചെയ്തത്. അതിനുശേഷം പിന്നീട് വിജയ്ക്കൊപ്പം സൂര്യയാണ് ആ വേഷം അഭിനയിച്ചത്. സൂര്യയുടെ ആദ്യ സിനിമയായി ഈ സിനിമയെ വിശേഷിപ്പിക്കാം. പിന്നീട് അതായത് 1998 2 സിനിമകൾ റിലീസായി. ഇവയിൽ ആദ്യം റിലീസായ സിനിമയായിരുന്നു കാതലെ നിമ്മതി. ഇന്ദ്രൻ സംവിധാനം ചെയ്ത് സൂര്യ, മുരളി, സംഗീത തുടങ്ങിയ ഒരു വലിയ താരനിര ഈ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു. ദേവയായിരുന്നു ഈ സിനിമയ്ക്ക് മ്യൂസിക് കൈകാര്യം ചെയ്തത്. ഈ സിനിമയും എന്നാൽ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയം നേടിയില്ല. പിന്നീട് വന്ന സിനിമയായിരുന്നു സന്ദീപ് പോമ. ടി ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത് സൂര്യയും പ്രീത വിജയകുമാറുമായിരുന്നു ഈ സിനിമയിൽ ജോഡിയായി എത്തിയത്. എന്നാൽ ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ അത്ര കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് 1999 സൂര്യക്ക് ശക്തമായ ഒരു വേഷം ലഭിക്കുന്നു. എസ് എ ചന്ദ്രശേഖർ, അതായത് നമ്മുടെ വിജയുടെ സ്വന്തം അച്ഛനായ എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത പെരിയണ്ണ എന്ന സിനിമയിൽ വിജയകാന്തിനോടൊപ്പം ഒരു ലീഡ് റോൾ തന്നെ സൂര്യ അഭിനയിച്ചു. വിജയകാന്ത്, സൂര്യ, മീന, മാനസ തുടങ്ങി ഒരു വലിയ താരനിരയും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. വിജയകാന്താണ് സിനിമയിലെ നായകനെങ്കിലും സൂര്യക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കഥാപാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സൂര്യയെ തമിഴ് പ്രേക്ഷകർ ഈ സിനിമയിലൂടെ അറിഞ്ഞു തുടങ്ങി. പിന്നീട് അതേ വർഷം തന്നെ പൂവെല്ലാം കെട്ടുപാർ എന്നൊരു സിനിമയും സൂര്യ അഭിനയിച്ചു. ഈ സിനിമ സംവിധാനം ചെയ്തതും സൂര്യയുടെ ആദ്യ സിനിമയുടെ സംവിധായകനായിരുന്ന വസന്ത് തന്നെയായിരുന്നു. സൂര്യയും ജ്യോതികയും ആദ്യമായി നായകന്മാരെ എത്തിയ സിനിമയും ഇത് തന്നെയായിരുന്നു. പിന്നീട് 2001 സൂര്യയുടെ തലവര തന്നെ മാറി തുടങ്ങി എന്ന് തന്നെ പറയാം. ഇവയിൽ ആദ്യം റിലീസായ സിനിമ ഫ്രണ്ട്സ് ആയിരുന്നു. മലയാളത്തിൽ ജയറാം നായകനായി വന്ന ഫ്രണ്ട്സിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു ഈ സിനിമ. സിദ്ദിഖ് തന്നെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയ്ക്കൊപ്പമാണ് സൂര്യ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. മലയാളത്തിൽ മുകേഷ് ചെയ്ത കഥാപാത്രമായിരുന്നു സൂര്യ അവിടെ ചെയ്തത്. പിന്നീട് അതേ വർഷം തന്നെ നന്ദ എന്നൊരു സിനിമയിൽ സൂര്യ വന്ന് നായകനായതോടുകൂടി സൂര്യയുടെ തലവര തന്നെ തെളിഞ്ഞു തുടങ്ങി. ബാല സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൂര്യ എന്ന നടനെ ശരിക്കും തമിഴ് പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയെന്ന് തന്നെ പറയാം. സൂര്യയിലെ നടനെ ആദ്യമായി തമിഴ് പ്രേക്ഷകർക്ക് മുന്നിൽ സൂര്യ തുറന്നു കാണിച്ച സിനിമയും ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം. പിന്നീട് 2002 3 സിനിമകൾ റിലീസായി. ഇവയിൽ ആദ്യം റിലീസായ സിനിമയായിരുന്നു ഉന്നൈ നിനൈത്ത്. വിക്രമൻ സംവിധാനം ചെയ്ത് സൂര്യ, സ്നേഹ, ലൈല തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ അത്ര വലിയ വിജയമായി ബോക്സ് ഓഫീസിൽ മാറിയില്ലെങ്കിലും സൂര്യയുടെ കഥാപാത്രം ഏറെ പ്രശംസ നേടിയെടുത്തു. പിന്നീട് അതേ വർഷം തന്നെ ശ്രീ എന്നൊരു സിനിമയിലും സൂര്യ അഭിനയിച്ചു. സൂര്യ, ശ്രുതിക, ഗായത്രി തുടങ്ങിയ ഒരു താരനിരയായിരുന്നു ഈ സിനിമയിലുള്ളത്. സൂര്യ ആദ്യമായി ഒരു മുഴുനീള ആക്ഷൻ പടം ചെയ്തതും ഈ സിനിമയിലൂടെ ആയിരുന്നു. ഒരു ഗ്യാങ്സ്റ്റർ റോളിലായിരുന്നു സൂര്യ ഈ സിനിമയിൽ എത്തിയത്. പിന്നീട് അതേ വർഷം തന്നെ മൗനം പേശിയതേ എന്നൊരു സിനിമയും സൂര്യ അഭിനയിച്ചു. അമീർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൂര്യയും തൃഷയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഒരു റൊമാന്റിക് ഡ്രാമയായിരുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ അത്യാവശ്യം വലിയ വിജയമായി മാറി. പിന്നീട് 2003 സൂര്യക്ക് ലഭിച്ച 2 സിനിമകളും സൂര്യയുടെ തന്നെ കരിയറിലെ മികച്ച വേഷങ്ങളായി മാറി. ഇവയിൽ ആദ്യം റിലീസായ സിനിമ കാക്കയായിരുന്നു. ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത കാക്ക എന്ന സിനിമയിൽ സൂര്യയും ജ്യോതികയുമായിരുന്നു ജോഡികളായി വന്നത്. ഹാരിസ് ജയരാജിന്റെ മ്യൂസിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിലെ വലിയൊരു വിജയമായി മാറി എന്ന് മാത്രമല്ല സൂര്യയുടെ തന്നെ അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് വേഷങ്ങൾ ഒന്നായും ഇന്നും അടയാളപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ സൂര്യയുടെ കരിയറിലെ വലിയൊരു വഴിത്തിരിവായി GVMന്റെ കാക്ക മാറുകയുണ്ടായി. പിന്നീട് അതേ വർഷം തന്നെ ബാല എന്ന സംവിധായകൻ, അതായത് സൂര്യയുടെ നന്ദ സംവിധാനം ചെയ്ത അതേ സംവിധായകൻ ചെയ്ത പിതാമഹൻ എന്ന സിനിമയിൽ വിക്രമിനൊപ്പം ഒരു പ്രധാന വേഷം ചെയ്യാനും
ചെയ്യാനും സൂര്യയെ കൊണ്ട് സാധിച്ചു. ഈ വേഷം ശരിക്കും സൂര്യ ചെയ്തത് ഒരു സഹനട വേഷമായിരുന്നു. എന്നാൽ നായകനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നായകനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വേഷമായിരുന്നു സൂര്യക്ക് ലഭിച്ചത്. ഈ സിനിമയിലെ പ്രകടനത്തിന് വിക്രമിന് നാഷണൽ അവാർഡും ലഭിച്ചിരുന്നു. എന്തായാലും ഈ വേഷവും സൂര്യക്ക് വലിയ വലിയ അപ്രിസിയേഷൻ നേടിക്കൊടുത്തു. പിന്നീട് 2004 റിലീസായ 2 സിനിമകളും സൂര്യക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് നേടിക്കൊടുത്തത്. ഇവയിലെ ആദ്യ സിനിമയായിരുന്നു പേരഴകൻ. ശശി ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമ നമ്മുടെ മലയാളത്തിലെ ദിലീപേട്ടൻ നായകനായി വന്ന കുഞ്ഞിക്കോൻ എന്ന സിനിമയുടെ ഡയറക്റ്റ് തമിഴ് റീമേക്ക് ആയിരുന്നു. മറ്റൊരു പ്രത്യേകതയുണ്ട്, അതായത് മലയാളം കുഞ്ഞിക്കോൻ എന്ന സിനിമയിൽ നായകൻ മാത്രമാണ് ഡബിൾ റോൾ ചെയ്യുന്നത്. എന്നാൽ ഇത് തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ നായികയും ഡബിൾ റോൾ ചെയ്തു. അതായത് നവ്യ നായർ ചെയ്ത വേഷവും മറ്റൊരു നായിക ചെയ്ത വേഷവും അവിടെ ജ്യോതിക തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഈ സിനിമയിലെ പ്രകടനം വളരെയേറെ ശ്രദ്ധ നേടിയെടുത്തു. ഈ സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സൂര്യ ആ വർഷം തന്നെ സ്വന്തമാക്കി. പിന്നീട് ആയുധ എഴുത്ത് എന്ന സിനിമ റിലീസായി. മണിരത്നം സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു വലിയ മൾട്ടിസ്റ്റാർ സിനിമയായിരുന്നു. സൂര്യ, മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ, തൃഷ തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ തമിഴിലെ തന്നെ വലിയൊരു ഗ്യാങ്സ്റ്റർ സിനിമയായി ഇന്നും പറയപ്പെടുന്നു. ഇതുകൂടാതെ പേരഴകൻ എന്ന സിനിമയ്ക്ക് അതേ വർഷം തന്നെ അവാർഡ് നേടിയെടുക്കുകയും മണിരത്നത്തിന്റെ ഒരു സിനിമയിൽ വലിയൊരു വേഷം ചെയ്യുകയും ചെയ്തത് സൂര്യക്ക് ആ വർഷം കരിയറിലെ മികച്ചൊരു വർഷമായി വാഴ്ത്തപ്പെടുത്താൻ മറ്റൊരു എക്സാമ്പിൾ വേണ്ടല്ലോ. എന്തായാലും 2004 എന്ന വർഷം സൂര്യക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് നേടിക്കൊടുത്തത്. പിന്നീട് സൂര്യയുടെ ഒരു മാസ്റ്റർ പീസ് സിനിമ ഉണ്ടായി. ഇവയിൽ 2005 3 സിനിമകൾ റിലീസായി. ഇവയിൽ ആദ്യ സിനിമ മായാവി എന്ന സിനിമയായിരുന്നു. സിംഗംപുലി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൂര്യ, ജ്യോതിക തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്തത്. നമ്മുടെ മലയാളത്തിലെ ഇമ്മിണി നല്ലൊരാൾ എന്ന സിനിമയുടെ അതേപോലുള്ളൊരു കഥയായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമയിൽ വിജയകാന്ത് വരെ ക്യാമിയോ റോൾ ചെയ്തിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ സിനിമ വലിയൊരു വിജയമായില്ല. പിന്നീട് 2005 തന്നെ സൂര്യക്ക് വലിയൊരു കരിയറിലെ ട്രേഡ് മാർക്ക് സിനിമ റിലീസായി. AR മുരുകദാസ് സംവിധാനം ചെയ്ത ഗിജിനി. സൂര്യ, അസിൻ, നയൻതാര തുടങ്ങി ഒരു വലിയ താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായും ഈ സിനിമ മാറി. ഈ സിനിമ പിന്നീട് ഹിന്ദിയിലേക്ക് റീമേക്ക് അമീർ ഖാൻ ചെയ്തത് മറ്റൊരു കൗതുകമായി മാറി. എന്നിട്ട് പോലും, അതായത് അമീർ ഖാനെ പോലും നാടൻ ചെയ്തിട്ട് പോലും സൂര്യയുടെ ലെവൽ പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നത് ഇന്നും അത്ഭുതമാണ്. അത്രത്തോളം മികച്ചൊരു കഥാപാത്രമാണ് സൂര്യ ആ വർഷം ഗജിനിയിലൂടെ പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് അതേ വർഷം തന്നെ 6 എന്നൊരു സിനിമയും റിലീസായി. ഒരു പ്രത്യേകത നോക്കണേ, അതായത് മായാവി എന്ന സിനിമ ഒരു മുഴുനീള കോമഡി സിനിമ, ഗജിനി എന്ന സിനിമ ഒരു ത്രില്ലർ സിനിമ, ഇതുകൂടാതെ 6 എന്ന സിനിമ ഒരു ഗ്യാങ്സ്റ്റർ സിനിമ. അതായത് 3 ഡിഫറെന്റ് ടൈപ്പ് സിനിമകളിൽ 3 ഡിഫറെന്റ് ടൈപ്പ് റോളുകളിൽ സൂര്യ ഒരേ വർഷം തന്നെ അഭിനയിച്ചു. ഇവയിൽ 6 എന്ന സിനിമ ഒരു വലിയ വിജയമായില്ലെങ്കിലും ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് 2006 ജൂൺ 6 എന്നൊരു സിനിമയിൽ, അതായത് ജ്യോതിക നായികയായി വന്ന സിനിമയിൽ ഒരു ചെറിയ ക്യാമിയോ റോളിൽ സൂര്യ എത്തി. പിന്നീട് 2006 സൂര്യയുടെ കരിയറിലെ മികച്ചൊരു കഥാപാത്രം റിലീസായി. കൃഷ്ണ സംവിധാനം ചെയ്ത സില്ലിനൊരു കാതൽ. ഭൂമിക, സൂര്യ, ജ്യോതിക തുടങ്ങി ഒരു വലിയ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. തമിഴിലെ ഏറ്റവും മികച്ച റൊമാൻറ്റിക് സിനിമകൾ പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന സിനിമ കൂടിയാണ് സില്ലിനൊരു കാതൽ. ഈ സിനിമയും ബോക്സ് ഓഫീസിലെ ഒരു വിജയമായി മാറി. പിന്നീട് 2007 സൂര്യ ഡബിൾ റോളിൽ വന്നൊരു സിനിമ റിലീസായി. വേൽ. ഹരി സംവിധാനം ചെയ്ത് സൂര്യ, കലാഭവൻ മണി, വടിവേലു, ആസിൻ തുടങ്ങിയ ഒരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. യുവൻ ശങ്കർ രാജയുടെ ബീജവും ഈ സിനിമയ്ക്ക് മാറ്റുകൂട്ടി. വേൽ എന്ന സിനിമ ഡബിൾ റോളിൽ വന്ന് സൂര്യ ബോക്സ് ഓഫീസിനെ തെറിക്ക വിട്ടു എന്ന് തന്നെ പറയാം. സൂര്യയുടെ കരിയറിലെ അതുവരെ ഉണ്ടായിരുന്ന ബ്ലോക്ക് ബസ്റ്ററുകളിലെ മികച്ചൊരു ബ്ലോക്ക് ബസ്റ്ററായി അന്ന് വേല് മാറി. പിന്നീട് 2008 2 സിനിമകൾ റിലീസായി. ഇവയിൽ ഒരു സിനിമ ക്യാമിയോ റോളായിരുന്നു. അത് രജനീകാന്ത് നായകനായ കുസേലൻ എന്ന സിനിമയായിരുന്നു. ഇത് കൂടാതെ മറ്റൊരു കൾട്ട് ക്ലാസിക് സിനിമ റിലീസായി. അതാണ് വാരണമായിരം. ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് സൂര്യ, സിമ്രാൻ, സമീറ റെഡ്ഡി തുടങ്ങിയ ഒരു വലിയ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഹാരിസ് ജയരാജിന്റെ മ്യൂസിക് ഒന്നുകൊണ്ട് തന്നെ സിനിമ ഇന്നും ഓർത്തിരിക്കും. ഇതുകൂടാതെ സൂര്യയുടെ ആ ഒരു വമ്പൻ പെർഫോമൻസ്. സൂര്യ ഡബിൾ റോളിലെത്തി ബോക്സ് ഓഫീസിനെ മാത്രമല്ല ആരാധകരെയും പിടിച്ചു കുലുക്കി എന്ന് തന്നെ പറയാം. പിന്നീട് 2009 2 സിനിമകൾ റിലീസായി. ഇവയിലൊന്ന് അയൺ, മറ്റൊന്ന് ആദവൻ. ഇവയിൽ അയൺ എന്ന സിനിമ KV ആനന്ദ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. KV ആനന്ദ് സംവിധാനം ചെയ്ത് സൂര്യ, പ്രഭു, തമന്ന തുടങ്ങി വലിയൊരു താരനിരയും ഈ സിനിമയിലുണ്ടായിരുന്നു. ഇപ്പോഴും തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച കൊമേഴ്ഷ്യൽ സിനിമകൾ നോക്കുമ്പോൾ അവയിലൊന്നായി നമുക്ക് അയൺ എന്ന സിനിമയെ പറയാൻ കഴിയും. അയൺ എന്ന സിനിമയിലെ ദേവ എന്ന കഥാപാത്രത്തിന് തന്നെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. ഇന്നും സൂര്യയുടെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള കഥാപാത്രങ്ങളെ നോക്കിയാൽ അതിലൊന്ന് അയണിലെ ഈ കഥാപാത്രമായിരിക്കും. ഇതുകൂടാതെ അതേ വർഷം തന്നെ ആദവൻ എന്നൊരു സിനിമ കൂടി റിലീസായി. KS രവികുമാർ സംവിധാനം ചെയ്ത് സൂര്യ, നയൻതാര, വടിവേലു, മുരളി തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. ആ സമയത്ത് റിലീസാകുന്ന എല്ലാ സൂര്യ സിനിമകൾക്കും ഒരു വലിയ ഹൈപ്പ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ ഹൈപ്പുകളേക്കാൾ മുകളിൽ പോയ സിനിമ കൂടിയായിരുന്നു ആദവൻ. ആദവൻ സിനിമയ്ക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഹൈപ്പ് പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. എന്നാൽ
എന്നാൽ അത്രയ്ക്ക് നല്ലൊരു പ്രകടനം ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണം എന്തെന്നാൽ ഇതൊരു KS രവികുമാർ സിനിമ കൂടിയാണ്. അതായത് നമ്മുടെ പടയപ്പ പോലുള്ള വൻ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊക്കെ ചെയ്യുന്ന KS രവികുമാർ ആ സമയത്ത് സൂര്യയെ വെച്ച് ചെയ്യുന്ന സിനിമ. ഇതുകൂടാതെ DAGing ടെക്നോളജി സൂര്യ ചെയ്ത് സൂര്യയെ ചെറുപ്പക്കാരനാക്കി മാറ്റുന്നു എന്നൊക്കെയുള്ള റീസണുകൾ കാണാം വലിയൊരു ഹൈപ്പ് ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമാക്കിയില്ല. പിന്നീട് 2010 സൂര്യയുടെ തന്നെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള മറ്റൊരു കഥാപാത്രം കൂടി വന്നു. അതായിരുന്നു സിംഗം. ഈ സിനിമ സൂര്യയുടെ 25ാമത്തെ സിനിമ കൂടിയായിരുന്നു. ഹരി സംവിധാനം ചെയ്ത സൂര്യ, അനുഷ്ക, പ്രകാശ് രാജ് തുടങ്ങി വലിയ താരനിര വന്ന ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് സൺ പിക്ചേഴ്സ് കൂടിയായിരുന്നു. സിംഗം സിനിമയ്ക്ക് DSP കൊടുത്ത ബീജത്തിന് പോലും ശരിക്കും പറയാൻ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. എന്തായാലും സൂര്യയുടെ 25ാമത് വന്ന ഈ സിനിമ ബ്ലോക്ക് ബസ്റ്ററായി മാറ്റാൻ സൂര്യയെ കൊണ്ട് സാധിച്ചു. പിന്നീട് അതേ വർഷം തന്നെ രക്തചരിത്ര 2 എന്നൊരു സിനിമ റിലീസായി. രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൂര്യ, വിവേക് ഒബ്രോയ്, പ്രിയാമണി തുടങ്ങി ഒരുപാട് പേർ അഭിനയിച്ചിരുന്നു. എന്തായാലും ഈ സിനിമയിലെയും സൂര്യയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തു. പിന്നീട് അതേ വർഷം തന്നെ മന്മഥൻ അമ്പ് എന്നൊരു സിനിമയിൽ ഒരു ക്യാമിയോ റോളും സൂര്യ വന്നു. ഈ സിനിമയിലെ ഒയ്യാളെ എന്നൊരു സോങ്ങിലായിരുന്നു സൂര്യ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് 2011 3 സിനിമകൾ റിലീസായി. ഇവയിൽ 2 സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസ് ആയിരുന്നു. ആദ്യമേ തന്നെ കോ എന്ന ജീവയുടെ സിനിമയിൽ ഒരു ചെറിയ ക്യാമിയോ റോളിൽ വന്നു. പിന്നീട് അവൻ ഇവൻ എന്നൊരു സിനിമയിലും ക്യാമിയോ റോളിൽ വന്നു. പിന്നീട് ഏഴാം അറിവ് എന്ന സിനിമ റിലീസായി. AR മുരുകദാസ് സൂര്യ കോമ്പയിൽ വന്ന 2ാമത്തെ സിനിമയായിരുന്നു ഏഴാം അറിവ്. എന്തായാലും ഈ സിനിമയിലെയും ഹാരിസ് ജയരാജിന്റെ മ്യൂസിക് ഏറെ ശ്രദ്ധ നേടിയെടുത്തു. ഇതുകൂടാതെ ആ സമയത്ത് വൻ ഹൈപ്പായിരുന്നു ഈ സിനിമ നേടിയെടുത്തത്. ഇതിന്റെ പ്രധാന കാരണം സിനിമയിലെ സോങ്സും ഇതുകൂടാതെ ട്രെയിലർ കട്ട്സും ബോധിധർമ്മൻ എന്ന ക്യാരക്ടറും അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായാലും ഈ സിനിമയും ബോക്സ് ഓഫീസിലെ ഒരു വലിയ വിജയമാക്കി സൂര്യയെ കൊണ്ട് സാധിച്ചു. പിന്നീട് 2012 മാട്രാൻ എന്ന സിനിമ റിലീസായി. KV ആനന്ദ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൂര്യ ഡബിൾ റോളിൽ വന്നു. ഇതുകൂടാതെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ കൂടി ആയതുകൊണ്ട് ഈ സിനിമയ്ക്കും ഒരു വലിയ ഹൈപ്പ് ആ സമയത്തുണ്ടായിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ സിനിമ അത്ര വലിയ വിജയമായില്ല. പിന്നീട് 2013 2 സിനിമകൾ റിലീസായി. ഇവയിൽ ആദ്യ സിനിമ ചെന്നൈയിൽ ഒരു നാൾ എന്ന സിനിമയായിരുന്നു. അതായത് നമ്മുടെ മലയാളത്തിൽ റിലീസായ ട്രാഫിക് എന്ന സിനിമയുടെ ഡയറക്റ്റ് തമിഴ് റീമേക്ക്. ശരത് കുമാർ നായനായി ഈ സിനിമയിൽ ചെറിയൊരു ക്യാമിയോ റോൾ മാത്രമാണ് സൂര്യ ചെയ്തത്. എന്നാൽ അതേ വർഷം തന്നെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ഒന്ന് റിലീസായി. അതായിരുന്നു സിംഗം 2. 2010 റിലീസായ സിംഗം എന്ന സിനിമയുടെ ഒരു സീക്വൽ മൂവി. ഹരി സംവിധാനം ചെയ്ത ഈ സിനിമയും ബ്ലോക്ക് ബസ്റ്റർ മാത്രമല്ല സൂര്യയുടെ കരിയറിലെ തന്നെ ആ കാലത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയെടുക്കാൻ സൂര്യയെ കൊണ്ട് സാധിച്ചു. പിന്നീട് 2014 സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പിൽ വന്ന സിനിമ റിലീസായി. അതിനു മുന്നേ ഒരു ചെറിയ ക്യാമിയോ റോൾ സൂര്യ ചെയ്തായിരുന്നു. നിനയിത്തത് യാരോ എന്ന സിനിമയിൽ രജിത് മേനോൻ നായകനായി വന്നപ്പോൾ ആ സിനിമയിൽ ചെറിയൊരു ക്യാമിയോ റോൾ സൂര്യ ചെയ്തു. ഇത് കൂടാതെ 2014 റിലീസായ വൻ ഹൈപ്പ് സിനിമയായിരുന്നു അഞ്ചാൻ. ലിംഗുസ്വാമി, അതായത് തമിഴിലെ ആ സമയത്തെ മാസ് കൊമേഴ്ഷ്യൽ സിനിമകൾ എല്ലാം അരച്ചു കളക്കി സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകൻ. അങ്ങനെയുള്ള ലിംഗുസ്വാമിയുടെ സൂര്യയെ വെച്ചുള്ള സിനിമ. സൂര്യ, വിദ്യുത് ജമാൽ, സാമന്ത, പ്രഭു അങ്ങനെ വലിയൊരു താരനിര ഈ സിനിമയ്ക്കും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്, സന്തോഷ് ശിവന്റെ സിനിമോട്ടോഗ്രാഫി അങ്ങനെ ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ സിനിമ അത്ര വലിയൊരു സക്സസ് ആയി മാറിയില്ല. അതിന്റെ പ്രധാന കാരണം സിനിമയ്ക്കുണ്ടായ ഓവർ ഹൈപ്പ് ആയിരിക്കാം. ഹൈപ്പ് ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. സൂര്യ അന്ന് ട്രെൻഡാക്കിയ അഞ്ചാൻ ഹെയർ കട്ടും ആ ഒരു ചെയിനും ഇതുകൂടാതെ സൂര്യയുടെ ഒരു സ്റ്റൈലിഷ് ലുക്കും എന്തായാലും സിനിമയ്ക്ക് ഹൈപ്പിനൊത്ത പ്രകടനം നടത്താൻ സാധിച്ചില്ല. പിന്നീട് 2015 മാസ് എങ്കിറ മസിലാമണി എന്ന സിനിമ റിലീസായി. അതായത് വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത മാസ്. മങ്കാത്ത പോലൊരു വലിയ സിനിമയാണ് അന്നത്തെ ഓഡിയൻസ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഈ സിനിമയ്ക്ക് യാതൊന്നും ബോക്സ് ഓഫീസിൽ ചെയ്യാൻ സാധിച്ചില്ല. ഈ ഒരു സിനിമയൊക്കെ കൊണ്ട് തന്നെ സൂര്യ ഏറെക്കുറെ ബോക്സ് ഓഫീസിൽ വലിയ ഡൗൺ ആയി മാറാൻ തുടങ്ങി. പിന്നീട് അതേ വർഷം തന്നെ പസംഗ 2 എന്ന സിനിമ റിലീസായി. പസംഗ 2 എന്ന സിനിമയിൽ സൂര്യ ചെയ്തത് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ആണെന്ന് തന്നെ പറയാം. കാരണം സൂര്യ അത്ര പ്രാധാന്യമുള്ള ഒരു വലിയ വേഷമല്ല സിനിമയിൽ ചെയ്തത്. സൂര്യ പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമ സംവിധാനം ചെയ്തത് പാണ്ഡ്യരാജ് ആയിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ സിനിമ വലിയൊരു വിജയമായതുമില്ല. പിന്നീട് 2014 24 എന്ന സിനിമ റിലീസായി. വിക്രം കുമാർ സംവിധാനം ചെയ്ത് സൂര്യ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു 24. സൂര്യ, സാമന്ത, നിത്യാമനൻ തുടങ്ങി ഒരു വലിയ താരനിര ഈ സിനിമയിലും ഉണ്ടായിരുന്നു. എന്തായാലും തമിഴിലെ ഏറ്റവും മികച്ച ടൈം ട്രാവൽ സിനിമ ചോദിച്ചാൽ നമ്മൾ പറയുന്ന പേര് 24 എന്നായിരിക്കും. എന്നാൽ സിനിമയെ ബോക്സ് ഓഫീസിൽ അന്ന് രക്ഷിച്ചെടുക്കാൻ സൂര്യയെ കൊണ്ട് സാധിച്ചില്ല. സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് ഹിറ്റ് മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ഈ സിനിമ ഇന്നും തമിഴിലെ ഏക്കാലത്തെയും കൾട്ട് ഫാൻ ബേസ് ഉള്ള ഒരു സിനിമയായി മാറി. പിന്നീട് 2017 സിംഗം 3 റിലീസായി. അതായത് സിംഗം എന്ന ഹരിയുടെ സിനിമയുടെ 3rd ഇൻസ്റ്റാൾമെന്റ്.
എന്നാൽ ഈ സിനിമ ഒരു കൊടൂര ഹൈപ്പിൽ വന്ന് ബോക്സ് ഓഫീസിൽ വലിയൊരു പതനമാണ് ഉണ്ടാക്കിയത്. സിംഗം 2 ലഭിച്ച അത്ര കളക്ഷൻ പോലും സിംഗം 3 ലഭിച്ചില്ല. സോറി, സിംഗം 3 എന്ന് പറയാൻ പാടില്ല, C3 അല്ലെങ്കിൽ S3 ഇങ്ങനെയായിരുന്നു ഈ സിംഗം സീരീസിലെ മൂന്നാമത്തെ സിനിമയുടെ പേര്. വലിയ ഹൈപ്പിൽ വന്ന ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഈ സിനിമയിലും ശ്രുതി ഹാസൻ, അനുഷ്ക ഷെട്ടി, സൂര്യ തുടങ്ങി ഒരു വലിയ താരനിര ഉണ്ടായിരുന്നു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു പരാജയമായാണ് മാറിയത്. പിന്നീട് 2018 2 സിനിമകൾ റിലീസായി. ഇവയിൽ ഒരു സിനിമ ക്യാമിയോ റോൾ ആയിരുന്നു. അതായിരുന്നു കാർത്തി നായകനായ കടൈക്കുട്ടി സിംഗം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ക്യാമിയോ റോളിൽ സൂര്യ എത്തുന്നുണ്ട്. ഇതുകൂടാതെ അതേ വർഷം തന്നെ താനാ ചേർന്ന കൂട്ടം എന്നൊരു സിനിമ കൂടി റിലീസായി. ഈ സിനിമ 2013 റിലീസായ സ്പെഷ്യൽ 26 എന്ന അക്ഷയ് കുമാർ സിനിമയുടെ ഡയറക്ടർ റീമേക്ക് കൂടിയായിരുന്നു. താനാ ചേർന്ന കൂട്ടം സംവിധാനം ചെയ്തത് വിഘ്നേഷ് ശിവൻ ആയിരുന്നു. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത സിനിമകളിൽ അനിരുദ്ധിന്റെ മ്യൂസിക് ഒരു മസ്റ്റ് ഐറ്റം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യ അനിരുദ്ധ് കോമ്പോയിൽ വന്ന ഈ സിനിമയിലെ സൊടക്ക് എന്ന സോങ് വലിയ ട്രെൻഡ് സെറ്ററായി മാറി. ഈ സിനിമയിൽ അനിരുദ്ധ് ചെയ്ത മറ്റു വർക്കുകളും അത്യാവശ്യം ശ്രദ്ധ നേടിയെടുത്തു. എന്നാൽ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാൻ സാധിച്ചില്ല. പിന്നീട് 2019 2 സിനിമകൾ റിലീസായി. ഇവയിൽ NGK, കാപ്പൻ എന്ന 2 സിനിമകൾക്കും അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇവയിൽ NGK എന്ന സിനിമ സെൽവരാഘവനായിരുന്നു സംവിധാനം ചെയ്തത്. സൂര്യ, സായി പല്ലവി, രാഹുൽ പ്രീത് സിംഗ് എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. എന്നാൽ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഹൈപ്പിനൊത്ത് ബോക്സ് ഓഫീസിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് KV ആനന്ദ് സംവിധാനം ചെയ്ത് സൂര്യ, മോഹൻലാൽ, ആര്യ തുടങ്ങിയവർ അഭിനയിച്ച കാപ്പാൻ എന്ന സിനിമ റിലീസായി. ഹാരിസ് ജയരാജ് ആയിരുന്നു ഈ സിനിമയ്ക്ക് മ്യൂസിക് കൈകാര്യം ചെയ്തത്. കേരളത്തിലും ഒരു വലിയ ഹൈപ്പ് ഈ സിനിമ നേടിയെടുത്തു. അതിന്റെ പ്രധാന കാരണം ലാലേട്ടൻ ഇതിൽ അഭിനയിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് 2020 OTT റിലീസായ റിപ്പോർട്ടർ റിലീസായി. ഈ സിനിമയിലൂടെ സൂര്യയ്ക്ക് കരിയറിലെ ആദ്യ നാഷണൽ അവാർഡ് നേടാൻ സാധിച്ചു. സുധാ കൊങ്കർ സംവിധാനം ചെയ്ത് സൂര്യ, അപർണ ബാലമുരളി, മോഹൻ ബാബു തുടങ്ങി ഒരുപാട് പേർ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. സിനിമ OTT റിലീസായതിൽ ഒരുപക്ഷെ ഫാൻസിന് ഒരുപാട് നിരാശയുണ്ട്. ഇതുപോലൊരു ഐറ്റം ഒക്കെ ശരിക്കും തിയേറ്ററിൽ തന്നെയായിരുന്നു കിട്ടേണ്ടത്. എന്നാൽ ഈ സിനിമ OTT റിലീസ് ആയതുകൊണ്ട് ഒരുപാട് അപ്രിസിയേഷൻ പക്ഷെ നേടിയെടുത്തു. എന്നിരുന്നാലും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് വിജയം നേടണമെങ്കിൽ അത് ഒരു തിയേറ്റർ റിലീസ് തന്നെ നടത്തേണ്ടിയിരുന്നു. എന്നിരുന്നാലും ഈ സിനിമയ്ക്ക് പലതവണ റിലീസുകൾ വന്നപ്പോൾ അവയെല്ലാം സക്സസിനാണ് കലാശിച്ചത്. പിന്നീട് ജയ് ഭീം എന്ന സിനിമയും റിലീസായി. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത ജയ് ഭീം എന്ന സിനിമയും വലിയ അപ്രിസിയേഷനും സൂര്യയ്ക്ക് വലിയ പേരും നേടിക്കൊടുത്തു. പേരും പ്രശസ്തിയും മാത്രമല്ല, സൂര്യയ്ക്ക് ഇതുപോലെയുള്ള കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ ഇന്നും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും എന്നൊരു പേര് കൂടി ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ജയ് ഭീമും റിപ്പോർട്ടറും അടുപ്പിച്ചടുപ്പിച്ച് റിലീസായ സിനിമകളാണ്. 2 സിനിമകളിലൂടെയും സൂര്യ എന്ന നടൻ ഇപ്പോഴും അതേ പവറിൽ തന്നെ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുത്തു. പിന്നീട് 2022 ET എന്ന സിനിമയും ബോക്സ് ഓഫീസിലെ ഒരു വലിയ പരാജയമായിരുന്നു. സൂര്യയുടെ കരിയറിൽ തന്നെ ആദ്യമായിരിക്കാം ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കും ഡയറക്ഷനും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാം വൻ ശോകമായി മാറിയത്. ഈ സിനിമയിൽ ഓർത്തു വെക്കാനായി ഒരു സീൻ പോലും ഇല്ലായിരുന്നു എന്ന് തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം കരിയറിൽ മികച്ച വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് സൂര്യ ചെയ്ത ഒരു അബദ്ധം തന്നെയായിരുന്നു ഈ സിനിമ. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രിയങ്ക മോഹൻ നായികയും വിനയ് റായ് വില്ലനായും വന്നിരുന്നു. എന്നിരുന്നാലും ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയത് വലിയ നഷ്ടങ്ങൾ മാത്രമായിരുന്നു. സൂര്യയുടെ അവസാന തിയേറ്റർ റിലീസും ഈ സിനിമയായിരുന്നു. പിന്നീട് വിക്രം എന്ന സിനിമയിൽ റോളക്സ് എന്ന കഥാപാത്രത്തെ കൊണ്ടുവന്ന് തന്റെ എല്ലാ ഇമേജുകളെയും മാറ്റി ചിന്തിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം അതുവരെ ഒരു ഹീറോ ആയിരുന്ന സൂര്യയിലെ ഏറ്റവും നെഗറ്റീവ് റോൾ, അതായത് ഒരു ഡെവിളിഷ് ആയ സൂര്യയെ നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചു. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രം എന്ന സിനിമയിൽ കമലഹാസൻ നായകനായി വന്നപ്പോൾ കമലഹാസന് ഓപ്പോസിറ്റ് ഒരു വില്ലനാക്കാൻ ലോകേഷ് തീരുമാനിച്ചത് സൂര്യയായിരുന്നു. എന്തായാലും ഈ സിനിമയിലൂടെ സൂര്യ നേടിയെടുത്ത റീച്ച് അത്ര ചെറുതല്ല. പിന്നീട് അതേ വർഷം തന്നെ റോക്കട്രി ദ നമ്പി എഫക്ട് എന്ന മാധവൻ സിനിമയിലും ഒരു ക്യാമിയോ റോളിൽ സൂര്യ വന്നു. പിന്നീട് 2024 അതായത് ഈ വർഷം സാഫിറ എന്ന അക്ഷയ് കുമാർ സിനിമയിലും ഒരു ക്യാമിയോ റോളിൽ സൂര്യ വന്നു. സാഫിറ എന്ന സിനിമ സൂര്യയുടെ തന്നെ റിപ്പോർട്ടർ എന്ന സിനിമയുടെ ഡയറക്ടർ റീമേക്ക് ആയിരുന്നു. പിന്നീട് ഇന്ന് റിലീസായ കങ്കുവ, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയുക. ഇതുകൂടാതെ ഇനി വരാനിരിക്കുന്ന സൂര്യ 44 അതായത് കാർത്തിക് സുബ്രാജ് സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടി ഒന്ന് പറഞ്ഞേക്കണേ. നടിപ്പിൻ നായകൻ സൂര്യയുടെ കരിയറിന്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസിനെ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.